ഈ പ്രശ്നം ആദ്യമായിട്ട് കുത്തിപ്പൊക്കി പുറത്തേക്കിട്ടത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പടലപ്പിണക്കങ്ങളും പോരും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചില വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതില് നമ്മൾ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി നടക്കുക, യൂത്തന്മാര് തമ്മിൽ ഇടി നടക്കുക. ആരുടെ വിഷയത്തില്? മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇടി നടക്കുക. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒന്നല്ല പല പരാതികൾ പുറത്തു വരുന്നു. പക്ഷെ ഇവിടെ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയയാകാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള വോയിസ് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകുവാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഇങ്ങനെ വഴുതി പോവുകയാ, പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്തായിരുന്നുവെന്ന് BJP മുമ്പ് പറഞ്ഞതാ. കാരണം K. സുരേന്ദ്രനാണ് വ്യാജ കാർഡ് വിവാദം, വ്യാജ വോട്ട് വിവാദം പുറത്തു കൊണ്ടുവന്നത്. അതിൽ തെളിഞ്ഞതാണ് രാഹുൽ എന്താണെന്നുള്ളത്, രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ആള് ആരാണെന്നുള്ളത്. ഇവിടെ ഒരു ഷാഫി പറമ്പിലോ ഒരു VD സതീശനോ എത്രത്തോളം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്താൻ ശ്രമിച്ചാലും, ഈ പാലക്കാട് MP ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുക. ഒരു ട്രാൻസ് വുമണിനോട് പോലും കാമത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു MLA. ഇവിടെ നൈതികമായ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൽ വേറെ പല ഘടകങ്ങളുണ്ട്. ഇവിടെ നൈതികമായ ഒരു ഉത്തരവാദിത്തമില്ലേ? പാലക്കാട്ടെ ജനതയോട് ഒരു ഉത്തരവാദിത്തമില്ലേ? ഒന്നല്ല പല ആരോപണങ്ങളാണ് ധൈര്യപൂർവ്വം പെൺകുട്ടികൾ സമൂഹത്തിൽ വന്ന് നിന്ന് പറയുന്നത്. സ്വന്തം കുഞ്ഞിന്റെ ഉത്തരവാദിത്തം, സ്വന്തം കുഞ്ഞല്ല എന്ന് പറഞ്ഞിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ആരൊക്കെയാ വന്നത്? രഹസ്യമായിട്ടുള്ള ചർച്ച കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ആ പെൺകുട്ടിയുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനായിട്ട് ഇടപെട്ടു എന്നൊക്കെ പല കഥകൾ പുറത്തിറങ്ങിയല്ലോ. വാസ്തവമുണ്ടോ? അന്വേഷിക്കണ്ടേ? അപ്പോൾ തൽസ്ഥാനത്ത് തുടരാൻ രാഹുലിന് ഈ അവസരത്തിൽ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് തന്നെയാണ് BJP പറയുന്നത്.